രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതി നൽകിയ അതിജീവിതയെ സൈബർ ഇടത്തിലടക്കം അപമാനിച്ചുവെന്ന കേസിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തിരുന്നു. നാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കും എന്നതാണ് വിവരം. വിശദാംശങ്ങളുമായി വി വിനോദ് ചേരുന്നുണ്ട്. വിനോദ, 5 പ്രതികളാണുള്ളത്. അതിൽ 5ാമത്തെ പ്രതിയാണ് രാഹുൽ ഈശ്വർ. രാഹുൽ ഈശ്വറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. നേരത്തെ ജാമ്യം കിട്ടുന്ന വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്ന നിലയിലായിരുന്നു രാഹുലിന്റെ ഭാര്യ ദീപയുടെ പ്രതികരണം ഉണ്ടായത്. എന്താണ് വിശദാംശങ്ങൾ? അഭിലാഷ്, വളരെ സുപ്രധാനമായ ഒരു നീക്കമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. നേരത്തെ സൈബർ പോലീസാണ് രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരത്തെ ഫ്ളാറ്റിൽ നിന്ന് കസ്റ്റഡിയിലെടുത്തത്. അതിജീവിതയെ അവരുടെ തിരിച്ചറിയാൻ തരത്തിൽ, അതായത് അവരുടെ വ്യക്തിത്വവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വെളിപ്പെടുത്തുന്ന തരത്തിൽ കാര്യങ്ങൾ വിശദമാക്കി അത് സ്വന്തം യൂട്യൂബിലൂടെയും ടെലിവിഷൻ ചാനലുകളുടെ ചർച്ചയിലൂടെയും ഒക്കെ തന്നെ രാഹുൽ ഈശ്വർ ആ തരത്തിൽ അവരാരാണെന്ന് തിരിച്ചറിയുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്നുണ്ടായെന്നാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തുള്ളത്. നാളെ ആയിരിക്കും കോടതിയിൽ ഹാജരാക്കുക. അതായത് ഇന്ന് പോലീസ് കസ്റ്റഡിയിൽ തുടരും. വിശദമായ ചോദ്യം ചെയ്യലുണ്ട്. കാരണം ഈ തുടക്കം മുതൽ തന്നെ ഈ വേട്ടക്കാരനൊപ്പമാണ് രാഹുൽ ഈശ്വർ എന്ന ഒരു പ്രതീതി ഉണ്ടായിരുന്നു. പൊതുസമൂഹത്തിൽ നിന്നും വളരെയധികം വിമർശനമാണ് ഇയാൾ കേൾക്കേണ്ടി വന്നത്. ഈ തുടർച്ചയായി അതിജീവിതയെ അപമാനിക്കുന്ന തരത്തിൽ, അവരുടെ വ്യക്തിത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ, അവരുടെ സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിലൊക്കെയുള്ള പരാമർശങ്ങൾ രാഹുൽ ഈശ്വറിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായി. രാഹുൽ മാങ്കൂട്ടം ഇപ്പോഴും ഒളിവിൽ തുടരുകയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇങ്ങനെ പ്രതി ഒളിവിൽ തുടരുമ്പോൾ, വലിയ വിമർശനം കേൾക്കേണ്ടി വരുമ്പോൾ, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ നടപടികളുണ്ടാകുമ്പോൾ ആ പെൺകുട്ടിയുടെ ശബ്ദരേഖ തന്നെ പുറത്തു വരുന്ന നിലയിൽ പല ഘട്ടങ്ങളിലായി വന്ന ശബ്ദരേഖകളിലൂടെ മനസ്സിലാക്കുന്നത് വലിയ ട്രോമയിലൂടെയാണ് ആ കുട്ടി കടന്നു പോകുന്നത് എന്ന് തന്നെയാണ്. ആ കുട്ടി തന്നെ ഒരു പരാതി പോലീസിന് നൽകുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രതിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടക്കുന്നതിനിടെയുമാണ് തുടർച്ചയായി ആ പെൺകുട്ടിയെ അപമാനിക്കുന്ന തരത്തിൽ, അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാകുന്ന തരത്തിൽ, പൊതുസമൂഹത്തിൽ അവരുടെ ഐഡൻറ്റിറ്റി മനസ്സിലാകുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ അത് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെയും മറ്റ് ചാനലിലൂടെയും നടത്തുകയും പിന്നീട് ആ പെൺകുട്ടിയുടെ തന്നെ പേജിലേക്ക് ആളുകളെത്തി അവരെ അപമാനിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ അതിജീവിതയുടെ സ്വകാര്യതയെ ലംഘിക്കുന്ന തരത്തിലുള്ള പോസ്റ്റുകൾ, അത്തരം പരാമർശങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ അടക്കം നടത്തി എന്നുള്ളതാണ്. ഇപ്പോൾ രാഹുൽ ഈശ്വറെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുകയാണ്. നാളെയായിരിക്കും കോടതിയിൽ ഹാജരാക്കുക.